ചരിത്രമുറങ്ങുന്ന നാടാണ് ഈജിപ്ത്. ഈജിപ്തിനെ പറ്റിയും അവരുടെ വിശാലമായ ചരിത്രത്തെ പറ്റിയും പലപ്പോഴായി നമ്മൾ കേട്ടറിഞ്ഞതാണ്. ഒരു കാലത്ത് സമ്പന്നതയുടെ പര്യായമായി പോലും പലരും ഈജിപ്തിനെ കണ്ടിരുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ നിലകൊള്ളുന്നതും ഇതേ ഈജിപ്തിൽ തന്നെ. ഈ പിരമിഡുകളിൽ ഇപ്പോഴും കോടികൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് വിശ്വാസം. എന്നാൽ രാജ്യം ഇപ്പോൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. രാജ്യത്തെ പ്രധാന നഗരങ്ങൾ ഒന്നൊന്നായി വിൽക്കാൻ നിർബന്ധിതമാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പണ്ട് സമ്പന്നരായ ഇന്നത്തെ ഈജിപ്ത്. നിലവിൽ ഈജിപ്ത് വാർത്തകളിൽ നിറയുന്നതും ഇത്തരത്തിലൊരു വിൽപ്പനയുടെ ഭാഗമായാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് വിറ്റിരിക്കുന്നത്. ഭൂമിയിലെ സ്വർഗം എന്ന അർത്ഥം പേറുന്ന റാസ് അൽ ഹിക്മ എന്ന നഗരമാണ് ഈജിപ്ത് സാമ്പത്തിക പ്രതിസന്ധി കാരണം വിറ്റിരിക്കുന്നത്. ഇതുവഴി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി തന്റെ ഖജനാവിൽ എത്തിച്ചത് 12,43,893 കോടി രൂപയാണ്. 2,90,241 കോടി രൂപ വില വരുന്ന ഈ നഗരത്തെ ഇത്രയും അധികം പണം നൽകി സ്വന്തമാക്കിയത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE ആണ്. ഈജിപ്ത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നഗരമാണ് റാസ് അൽ ഹിക്മ. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ നഗരം വിൽക്കാൻ ഭരണകൂടം നിർബന്ധിതമാകുകയായിരുന്നു. വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് റാസ് അൽ ഹിക്മ. വിൽപ്പനയ്ക്ക് ശേഷം UAE നിരവധി പദ്ധതികളാണ് മേഖലയിൽ പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള ടൂറിസത്തെ ഇങ്ങോട്ട് ആകർഷിക്കുകയാകും UAEയുടെ ലക്ഷ്യം. ഭൂമിയിലെ സ്വർഗം എന്ന വിളിപ്പേര് ഇതിന് കൂട്ടാകുമെന്നും കരുതപ്പെടുന്നു. റാസ് അൽ ഹിക്മയുടെ വികസനം കൂടി ലക്ഷ്യമിട്ടാണ് UAE 12.43 ലക്ഷം കോടി രൂപ മുടക്കുന്നതെന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ മെഗാ പദ്ധതിയിൽ ഈജിപ്തിന് 35% ഓഹരി പങ്കാളിത്തമുണ്ടാകും. പദ്ധതി വിജയിച്ചാൽ ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമായിരിക്കും ഇത്. UAE കൂടാതെ സൗദി അറേബ്യയും ഖത്തറും നിരവധി ഈജിപ്ഷ്യൻ നഗരങ്ങൾ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കമാണ് ഈജിപ്തിനെ അവയുടെ നഗരങ്ങൾ വിറ്റ് പണം കണ്ടെത്താൻ നിർബന്ധിതമാക്കുന്നത്. നിലവിലെ സർക്കാരിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വായ്പ പോലും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. അടുത്തിടെ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഈജിപ്ത് വായ്പ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കാര്യങ്ങൾ ഫലം കണ്ടില്ല. തുടർന്നാണ് വിൽപ്പന ആരംഭിക്കുന്നത്.